കഴിഞ്ഞ ദിവസം നടന്ന ന്യൂയോർക്ക് ഇലക്ഷനിൽ സെഹ്റാൻ മംദാനി മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്തുകൊണ്ട് ലോകത്ത് ഇത്രയും വാർത്തയാക്കപ്പെടുന്നു? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ ന്യൂയോർക്ക് മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യൻ വംശജൻ പോയിട്ട് ഒരു ദക്ഷിണേഷ്യക്കാരൻ പോലും ന്യൂയോർക്കിൽ മേയറായിട്ട് ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പ്രശസ്തയായ ബോളിവുഡ് ചലച്ചിത്ര സംവിധായക മീര നായരുടെയും ഉഗാണ്ടയിലെ പ്രശസ്തനായ പണ്ഡിതൻ മഹമ്മൂദ് മംദാനിയുടെയും മകനായിട്ട് 1991 ഉഗാണ്ടയിലെ കമ്പാലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് സെഹ്റാൻ മംദാനി. അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും മേയർ സ്ഥാനത്ത് മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ പോലും ചരിത്രപ്രധാനമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയായ ന്യൂയോർക്ക് സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം മേയറായിട്ട് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായിട്ടുള്ള ഈ നഗരത്തിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ഇതൊരു ചരിത്രപരമായ മുന്നോട്ടമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 34 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ന്യൂയോർക്ക് സിറ്റി മേയറാണ്. അദ്ദേഹത്തിന്റെ വിജയം US മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള പുരോഗമന സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ചരിത്രപരമായ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സമ്പന്നർക്ക് അധിക നികുതി ചുമത്താനും ആ പണം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവ താങ്ങുവിലയിൽ നൽകാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായിട്ടുള്ള സംഗതികളൊന്ന്. നഗരത്തിലെ ബസ്സുകൾ സൗജന്യമാക്കുമെന്നും വാടക മരവിപ്പിക്കുമെന്നും സാർവത്രിക ശിശു സംരക്ഷണം നൽകുമെന്നും 2030 മിനിമം കൂലി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഊന്നി പറഞ്ഞിരുന്നു. വൻകിട കോർപ്പറേറ്റുകൾക്കും അമേരിക്കയിലെ അതിസമ്പന്നരായ 1% ആളുകൾക്കും നികുതി അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളി വർഗമായ സാധാരണക്കാർക്ക് ജീവിത ചെലവ് കുറക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായും പറഞ്ഞത്. നാലാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യ രാഷ്ട്രീയ പശ്ചാത്തലമോ തുടക്കത്തിൽ വലിയ ഫണ്ടിങ്ങോ പിന്തുണക്കാൻ വൻ ശക്തികളോ ഇല്ലാതിരുന്ന സാധാരണക്കാരനെ സമ്പന്നരായ ദാതാക്കളും വൻകിട കോർപ്പറേറ്റുകളും പിന്തുണക്കുന്ന എതിരാളികൾക്കെതിരെ എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നതിന്റെ മുഖമായി മംദാനി മാറി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. സാധാരണക്കാരിൽ നിന്നുള്ള ചെറിയ സംഭാവനകൾ കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഗുരുദ്വാരകൾ, ചർച്ചുകൾ തുടങ്ങി എല്ലായിടത്തും സന്ദർശനം നടത്തി സാധാരണക്കാരുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ട് തമാശ രൂപേണയുള്ള തന്റെ ഇടപെടലുകളിലൂടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ വഴി സാധാരണക്കാരുമായി അടുത്തിടപഴകിക്കൊണ്ട് വോട്ടർമാരുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രചാരണം എല്ലാ സമുദായക്കാരിലും ചലനം സൃഷ്ടിച്ചു. അഞ്ചാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് മംദാനി വിജയിച്ചത് എന്നുള്ളതാണ് പ്രധാന കാരണം. മംദാനി വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കിലേക്കുള്ള ഫണ്ടിങ് നിർത്തുമെന്ന് നിലവിലുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ന്യൂയോർക്കിലെ ജനങ്ങൾ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. US പ്രസിഡന്റ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ബ്രാൻഡിൽ നിന്നും തിരഞ്ഞെടുപ്പ് വിജയിച്ചില്ലെങ്കിൽ നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ വോട്ടർമാർ വിജയിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രപരമായി നാം നോക്കിക്കാണേണ്ട സംഗതി. രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ പരസ്യമായി കുടിയേറ്റ വിരുദ്ധനായി മാറുമ്പോൾ ന്യൂനപക്ഷ കുടിയേറ്റക്കാരിൽ നിന്നും ഒരാൾ ഈ മഹത്തായ പദവി ഏറ്റെടുക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സൂചനയായി മാറുന്നു. താങ്ക് യു.